സെലഡ്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് ഒരു വചനം ഇതാണ്, നമുക്ക് വളരെ പരിചയമുള്ളൊരു വചനം ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. വചനം നമ്മളോട് പറയുകയാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നു. പ്രകാശം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ഭാഷയിൽ നമുക്കറിയാം ഈശോയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുകയാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു നിലപാടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ടും അല്ലെങ്കിൽ ഈശോയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഈശോയേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിശാചിനെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തിന്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഇന്നത്തെ വചനം നമ്മളോട് പറയുകയാണ് ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നന്മയേക്കാൾ അധികമായിട്ട് തിന്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ നന്മയേക്കാൾ കൂടുതലായി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.